അതീന്നും അത്ഭുതമാണതാ ഇത്. ഈ ഉഴുന്നോടെയൊക്കെ ആരളി ആദ്യം കണ്ടുപിടിച്ച? എന്റെ കൊച്ചച്ഛന്റെ ഇളയൊരച്ഛനാ. അളിയ ഇതൊക്കെ അങ്ങ് പ്രാചീന കാലം തൊട്ടേ വന്നതല്ലേ. ആദ്യം ഉഴുന്നുവടയെന്നല്ലായിരുന്നു പേര്. പിന്നെന്തായിരുന്നു? മുളക് വട, രസവട, അരിവട, പൊരിവട. ആ നമ്മളിവിടെ പഴംപൊരി, ചിലയിടത്ത് വാഴയ്ക്കപ്പം, രതീഷ്, സതീഷ്, സുമേഷ്, അങ്ങനെ പലതൊക്കെ തിന്നാൻ പറ്റാത്ത ആളെ ഞാൻ പുറത്തു പോവാത്ത. ഇതിന്റെ പുറത്ത് ലണ്ടൻ, മേട്ടുപ്ലയം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ. ആ അല്ലാതെ പണിയൊന്നും അവിടെ ആവാത്തോണ്ടല്ല. ഉഴുന്നോടെ ചമ്മന്തി എന്റെ മച്ചാനെ സീനാണ്. എന്നാലും ഈ വടകൾക്കൊക്കെ ഇതാണ് ഷേപ്പ് എന്ന് ആരായിരിക്കും ആദ്യം കണ്ടെത്തിയ? ഉഴുന്നുവടക്ക് ഒരു ഓട്ട വേണം, ഉള്ളിവട ഇങ്ങനെ ഇരിക്കണം, വാഴയ്ക്കപ്പം നീണ്ടിരിക്കണം, ബോണ്ട് സത്യല്ലേ? ആലോചിച്ചിട്ടുണ്ടാ ഇത്ര കറക്റ്റ് ഉരുണ്ട് ബാള് കണക്കിരിക്കുന്ന മനുഷ്യന്മാരടാ ഇത്? തീറ്റയ്ക്ക് വേണ്ടി ജനിച്ചാടാ. ആരളിയ ഈ എണ്ണയൊക്കെ തിളപ്പിച്ച് ഇതിലിട്ടാണ് പൊരിക്കണേന്ന് കണ്ടുപിടിക്കുന്ന? അളിയ ഈ വടയൊന്നും കണ്ടെത്താത്ത നാളിലാണ് നമ്മൾ ജനിച്ചിരുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ടെത്തേണ്ടി വന്നേനാ. ഇതിപ്പോ വേറൊരാൾ കണ്ടെത്തി വെച്ചാൽ നമുക്കിപ്പോ തിന്നാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും കണ്ടെത്താത്ത കാലത്ത് നമ്മളിത് കണ്ടെത്തേണ്ടി വന്നേനാ. എന്ത് അടിപൊളി ജീവിതം ഇത്. നമുക്കൊന്നും കണ്ടെത്തേണ്ടി വന്നില്ല. നമ്മളെ പൂർവികരെല്ലാം കണ്ടെത്തിയോണ്ടേ നമുക്ക് തിന്നാനുള്ള ഭാഗ്യം കിട്ടി. വി ആർ ലക്കി. സത്യം സത്യം. ഇവരത് കിടലാടാ. എന്റെ അമ്മ എങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റണേ? അമ്മ ഒരു 4 ചായ, കടുപ്പം കുറച്ച് മധുരം കൂട്ടിയാണ്. എനിക്കൊരു സ്ട്രോങ് കൂട്ടി മധുരം കുറച്ചൊരു ചായ. അമ്മ തേയില കുറച്ച്, പഞ്ചസാര കുറച്ച്, പാല് കുറച്ചൊരു ചായ, പിന്നെ ചൂടുകൂടെ കുറച്ചോ. നീ പറഞ്ഞ സാധനം എന്താ ആദ്യമേ ചൂടുവെള്ളം കൊടുക്കോ? അല്ല, നീ പറഞ്ഞ സാധനമാണ് ഇത്. ഇത് ഒന്നും ഇട്ടിട്ടില്ല. നീ ഇന്ന് മോന്തി പിന്നെ അല്ല ഓരോ തേങ്ങകള്. ചേട്ടാ ഒരു ഷവർമ കേട്ടോ. മയണൈസ് കൂട്ടിയൊരു ഷവർമ, മയണൈസ് കുറച്ചൊരു ഷവർമ. ഒതന്റിക് ആയിട്ടുള്ള ഷവർമ ഉണ്ടാ ഇവിടെ? ഇല്ല. റൊമാലിയൻ ഷവർമ ഉണ്ടാ? ഇല്ല. ടർക്കിഷ് ഉണ്ടാ? അതില്ല. ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടാ? ഇല്ല. കസാഖിസ്ഥാൻ ഇല്ല. ബംഗാൾ ഷവർമ ഉണ്ടാ? അതില്ല. കുറെ എണ്ണം 2 കോഴി വെച്ച് എങ്ങനെയും ഷവർമ ഉണ്ടാക്കി പറ്റും. ഇവിടുത്തെ ഷവർമ എത്ര രൂപയാണ്? 15 രൂപ. 15 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണം? എനിക്കൊരു റൊട്ടീന്റെ അകത്ത് ചിക്കനും മുട്ടയും പൊരിച്ചങ്ങ് വായി വെച്ച് തിന്നാൻ ഉണ്ടായിരുന്നു. ഇത് ആശ്ചര്യല്ലേ? ഒതന്റിക് ടർക്കിഷ് വരട്ടെ. ഇവന്മാർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര കണ്ടന്റ് ഇട്ടേ? ചായ ചായ ഒരേ സമയം ഇവനെയും താറ്റും. ഇത് കറക്റ്റ് ബാബുവാണ് ഇവൻ കേട്ടാ. ഇവ കറക്റ്റ് ബാബുവാണ്. ഒരേ സമയം ഇപ്പൊ ഞാനും മെന്നി നിന്ന മെന്നിയുടെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് ചിരിക്കും, എന്റെ കാര്യം പറഞ്ഞ് മെന്നിയുടെ അടുത്ത് ചിരിക്കും. മനസ്സിലായ? ബാബുവാണത്. ഇത് ബാബുവാണത്. നല്ല സോഡ നാരങ്ങ. സോഡ ഇല്ലാത്തൊരു നാരങ്ങയുള്ള ഒരു സോഡ നാരങ്ങയുള്ള സോഡ ഒഴിക്കണ്ട. എന്തൊക്കെ പിള്ളേരല്ലേ? എനിക്കറിയാൻ മേക്കളെ ഇവന്മാർക്ക് ഞാൻ ഒന്നടിച്ചാൻ കൊടുക്കും. നമ്മടുത്ത കളി മറന്നണ്ടി സോഡ ഉണ്ടാ? ഉണ്ടാ? മറന്നണ്ടി ഇടാതൊരു സോഡ ഇട്. നീ അവന്മാരെ അനിയനായിരുന്നു. കഴുത കളി, അതായത് ചീട്ട് കളി. ഞാൻ പള്ളിയിലൊക്കെ പോലെയാണ്. എനിക്ക് ധാരാളമാണ്. ഇത് ചീട്ട് കളി അല്ല, കഴുത കളിയാ. ഇതില് എല്ലാ ആസും ക്യൂവും ഇത് ഞാൻ എങ്ങനെ കളിക്കതിട്ട്? എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. എനിക്കാടാ, ഞാൻ കളിച്ചോളാം. നിന്റെ ഷഫ്ലിംഗ് ഇട്ട് കണ്ടപ്പോഴേ എനിക്കറിയാം. ഞാൻ കളിക്കുന്നില്ല. എനിക്ക് ഞാൻ ഇടാം. നീയൊക്കെ തോട്ടെ. അതിനെ കഴുത ഹാഷർ മരിക്കണം. ആസുള്ളവനൊക്കെ കളി തുടങ്ങും. എടുത്തോണ്ട് പോടാ. താങ്ക് യു. കഴുത ഹാഷർ കളിക്കോ? ഏത് കഴുത? അല്ല, കഴുത കളി. ഇവനെ പിടിപ്പിക്കാം, ഒന്ന് കാത്തിറക്കാം. നീ എന്നെ പിടിപ്പിക്കാൻ നോക്കുന്നല്ലേ? ഇന്ന് അതിന്ന് താഴെ വരണേ. അളിയന്നെ കാണുമല്ലേ അളിയാ? മണ്ടക്കിട്ട് കിട്ടി വിട്ടു. കഴുത കളിക്കുന്നതൊക്കെ അറിയത്തുള്ളൂ. കള്ളക്കളി കളിക്കാൻ അവിടെ വന്നിരിക്കുന്നത്. ഇത് ഒന്നുമില്ല ഇവന്റെ. ഇതില് ഞാൻ പിടിപ്പിക്കും. കഴുത ഹാഷിറിന്റെ കളി ഉമ്മരൊക്കെ കാണാൻ പോണേ ഉള്ളൂ. അടുത്ത വെട്ട്. എടുത്തോ. അവനുള്ള അളിയനങ്ങ് മേടിച്ചു. തോന്നറ ഇത് എപ്പോഴും എനിക്ക് തന്നെ ഇത് നിങ്ങൾ ഒത്തു കളിയാ. ടീമായിട്ട് ചേർന്ന് വെട്ടുവിനായനെ അങ്ങ് പുറത്താക്കിയാല. നീ കാർഡും കൂടെ മേടിച്ചിട്ട് അവനോട് കളി. വെട്ട് വേണോ? ഞാൻ പോണ്ടാ, ഞാൻ മടുത്തറ. ഇവൻ പോയി അങ്ങനെ കഴുത വിളിക്കുന്ന ആര്? അത് ശരിയാണെങ്കിൽ നീ വിട്ടോ, ഞാനും വെട്ടുവിനായും കൂടെ കളിക്കാം. വെട്ടുവിനായകൻ ആ സേതുക്ക് ഇങ്ങനെ നിന്നോട് എന്ന് കളിക്കാൻ. നീ വിട്ടോ, പേടിച്ചാലട്ടെ. കഴുത കളിച്ചൊരു ഫ്ലോയിൽ വന്നേരും. എത്ര വെട്ടാണ് ഞാൻ വെട്ടിയത്. സൂപ്പറായിട്ട് അയച്ചു തന്നെ. ഞാൻ പോണ്ടാ. ഇതാരെ വണ്ടിയാണെന്ന് അറിയില്ല, പക്ഷെ ഇതെന്റെ വണ്ടിയാണെന്നുള്ള മട്ടിൽ ഞാൻ അവളെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു.
എന്നാൽ അവൾ എന്നെ നോക്കിയില്ല. തീറ്റയും കുടിയും വരെ ജംഗ്ഷനിലാക്കി. എന്നിട്ടും അവൾ എന്നെ ശ്രദ്ധിച്ചില്ല. എനിക്കങ്ങ് ബംഗാളിൽ വരെ പിടിയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി 1000 രൂപ കൊടുത്ത് ഒരു ബംഗാളിയെ കൂടെ നിർത്തി. എന്നിട്ടും അവൾ എന്നെ ശ്രദ്ധിച്ചില്ല. പെൺപിള്ളേർ പോണ റോഡിൽ കൂടെയാണ് അവിടെ നിൽക്കുന്നത്. അല്ലേ വണ്ടി പോയിട്ട് ചോദിക്കാനും പറയുന്നത് അന്തസ്സുള്ള ആണുങ്ങളുണ്ട് കേട്ടോ. ഹാഷിർ ഇൻസ്റ്റയിൽ ഐഡി ഹാഷിറേ. നീ എവിടെ ഉള്ള? ഞാൻ എവിടെ ഉള്ളതാണ്? നീ എവിടെ ഉള്ളടാ? നീ എവിടെ ഉള്ളടാ? ഞാൻ ഇവിടെ ഉള്ളതാണ്. നീ എവിടെ ഉള്ള? ഇത് കള്ളത്തരമാണ്. ഇത് കള്ളത്തരമായി പോയി. കള്ളത്തരോ? ഈ കൈ തട്ടുമ്പോ തെറിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇതിവിടെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ കേരളം. പൗരബോധമുള്ളവനാണ് ഹാഷിർ എന്ന് അറിയിക്കാൻ വേണ്ടി വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കാർ എടുത്തുകൊണ്ട് റോഡിൽ കൊണ്ടിട്ട് സ്വന്തമായി ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. ആ ബ്ലോക്ക് കഴിയിപ്പിച്ച് അവളെ മുന്നിൽ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കി. എന്നാൽ അവൾ എന്നെ മൈൻഡ് അടിച്ചില്ല. അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. എന്താടാ ഹാഷിർ നിന്റെ പ്രശ്നം? അതങ്ങനെ ഒരുത്തൻ എല്ലാ ദിവസവും ഇറങ്ങും. അണ്ണനെ കുറിച്ച് പറയുന്നുണ്ട്. മാമി മെനിങ്ങാന്ന് പ്രസവിച്ചളിയാ പറ്റിയോ കൂട്ടുകാരാ പറയടാ. ഞാൻ ഒട്ടം കോടതി കാണാം. ഓ കക്കൂസി പോ സമയല്ലേ? പോയിട്ടോ. ഇല്ലടാ എനിക്ക് മരുന്ന് കഴിക്കാൻ സമയം. ബൈ. ഗൈസ് അവന് തൂറ്റലാണ്. തൂത്തലാണ്. അപ്പൊ നിന്റെ ഫോട്ടോ അയച്ചു തരണേ. എന്നിട്ട് ഇന്ന് നിന്നെ കണ്ടാലേ പോ. ആണോ? അങ്ങനെയാണോ? ബൈ. 3 ദിവസം അച്ഛനെ കണ്ടു പോയില്ലേ നീ? പോയി തിരിച്ച് കേൾക്കൂല. പോയി ആള്. മാമി മെനിങ്ങാന്ന് പ്രസവിച്ചളിയാ. മാമന്റെ വീട്ടുകാർ പറയുന്നു ഈ പേരിട ആ പേരിടുന്ന. മാമിയുടെ വീട്ടുകാർ പറഞ്ഞു ഈ പേരില്ലെങ്കിൽ കൊച്ചു ആകെ സീനാളിയാ. പേരിടാത്തൊരു കൊച്ചിന്റെ പേര് അവർ മിക്കവാറും ഡിവോഴ്സാ. ഒരാളുണ്ട് വരുന്ന വീട്ടുപേര് മുതൽ വട്ടപ്പേര് വരെ ഇടുന്നവനാണ്. എന്റെ അച്ഛനൊക്കെ വട്ടപ്പേരിട്ടത് ഇവനാ. എന്റെ അച്ഛന്റെ വട്ടപ്പേര് കിങ്ങിണി സുരേഷ്. അപ്പക്കാലത്ത് ചോദിച്ചാൽ അവന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അണ്ണാ ഒരു പേര് വേണമായിരുന്നു. വീട്ടുപേര്, വട്ടപ്പേര്, വിളിപ്പേര, കളിപ്പേരാ? അതാ ഒറിജിനൽ പേരാ? ഒറിജിനൽ. പ്രായം പറ. അണ്ണാ ജനിച്ചിട്ട് 3 ദിവസമായുള്ളൂ. ത്രിടേശാണ് കേട്ടോ. വേറെ പറഞ്ഞ അണ്ണാ സുലീഷ്, മൊണ്ണേഷ്, മനീഷ്, പറീഷ്, അങ്ങനെ പലതരം പേരുകളുണ്ട്. ഏത് വേണം? മറ്റേ വെറൈറ്റി എല്ലാം പറയണ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അഭിജിത്ത് ഉണ്ട്, വിഷ്ണു ഉണ്ട്. അണ്ണാ കുറച്ച് നല്ല പേര് പറഞ്ഞാണ് ന്യൂജനായിട്ട്. ന്യൂജനാണെ ന്യൂഡേഷ് എന്നിട്ടോളൂ. പക്ഷെ അത് വേണ്ടണ്ണ. എന്നാ പിന്നെ എന്റെ കൊച്ചിനിടാൻ വെച്ചേക്കുന്ന ഒരു പേരുണ്ട്. ABCDEF അപ്സിഡഫ്. സൂപ്പർ ഞാൻ ഒന്ന് വിളിച്ച് പറയട്ടെ. ഇങ്ങനെ തോന്നുന്നുണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവര് പറയുന്ന അമ്മയുടെ അച്ഛന്റെ തുടക്കമുള്ള വെച്ചിട്ട് പേരിടാനാണ്. എന്നാ പിന്നെ വീട്ടുപേരും കൂടെ വേണമെന്ന് പറഞ്ഞു. വീട്ടുപേര് കാറ്റാടി. ഓക്കെ. അമ്മയുടെ പേര് പറ. മറിയ. ഓക്കെ. മാ. പിന്നെ അച്ഛന്റെ പേര് ഫുള്ള് വേണമെന്ന് പറഞ്ഞു. കണ്ണൻ. ഓക്കെ. കാമക്കണ്ണൻ. ചെല്ലപ്പേര് കാമാന്നിട്ടോ. ഞാൻ ഓർത്ത് അലൻ എന്നെ അറിയാവുന്നതുകൊണ്ട് എന്റെ ഈഗിൾ ഗെയിമിങ്ങിന്റെ അങ്ങനത്തെ വല്ല സാധനങ്ങളും അറിയാം. കാമക്കട ആറാ നിന്റെ പേരാ ശ്യാം. ഇത് ചന്ദ്രനാളാ തോന്നുന്നത്. ഇത് അവന്റെ അക്കൗണ്ടാ. ഇത് കണ്ട ശ്യാം കഴിവേറി.